ഡ്രൈവർ മദ്യലഹരിയിലായതിനാൽ കോഴിക്കോട് ചെന്നൈ സ്വകാര്യ ബസ് സർവീസ് തടഞ്ഞ് യാത്രക്കാർ. ഭാരതി ട്രാവൽസിന്റെ ബസ്സിലാണ് സംഭവം. ഡ്രൈവറും സഹായിയും മദ്യലഹരിയിൽ എന്നും അപകട രീതിയിലാണ് വാഹനം ഓടിച്ചതെന്നും യാത്രക്കാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തി യാത്രക്കാരനുമായി ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇത് ബോധ്യപ്പെടുന്നത് യാത്രാ മധ്യേ ഒരിടത്ത് ചായ കുടിക്കാൻ ഈ ബസ് നിർത്തുന്നു. ആ ചായക്കടയിൽ വെച്ച് അവിടുത്തെ ജീവനക്കാരനുമായി ഈ ഡ്രൈവർ തർക്കിക്കുന്നു. തുടർന്ന് തന്റെ ഒപ്പം ഉണ്ടായിരുന്ന യാത്രക്കാരൊക്കെ ഈ ബസ്സിൽ കയറിയിട്ടുണ്ടോ എന്ന് പോലും നോക്കാതെ ഈ ബസ്സും എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഏറെ ദൂരം കഴിഞ്ഞാണ് ഈ യാത്രക്കാരനടക്കം ബസ്സിലേക്ക് തിരികെ കയറാൻ കഴിഞ്ഞത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ട്രാവൽസിന്റെ ഭാഗത്തു നിന്നുണ്ടായി, ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത്രയും പേരുടെ ജീവനും കൊണ്ട് പന്താടുന്ന തരത്തിലാണ് ഇയാൾ ആ യാത്രയിൽ ഉടനീളം ഇയാളുടെ ഡ്രൈവിംഗ് എന്നാണ് പറയുന്നത്. പലപ്പോഴും സ്ട്രെയിറ്റ് റോഡായിട്ട് പോലും ഇടത്തോട്ടും വലത്തോട്ടും ബസ് തിരിയുന്ന സാഹചര്യം ഉണ്ടായി. മദ്യലഹരിയിലായിരുന്നു ഡ്രൈവറും ക്ലീനറും. അതായത് ക്ലീനർ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. ഇത്ര വലിയ തർക്കം അവിടെ നടക്കുമ്പോഴും ഈ ക്ലീനർ ആ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും വലിയ രീതിയിലുള്ള കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ട്രാവൽസുകൾക്ക് അവരുടെ ബസ് പുറത്തിറക്കാനുള്ള അനുമതി പോലും നൽകരുത് എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള ആളുകളുടെ ജീവൻ പന്താടുന്ന ഡ്രൈവർമാർ അവരെ നിരത്തിലിറങ്ങാൻ പോലും അനുവദിക്കരുത് എന്നുള്ളതാണ് യാത്രക്കാർ പറയുന്ന ഒരു കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ നടപടിയൊന്നും എടുത്തതായി നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് വിവരമില്ല. ഇതൊരു ദീർഘദൂര സർവീസാണ് എന്നും കൂടി നമ്മൾ ഓർക്കണം. അതായത് 1-2 ഡ്രൈവർമാർ വളരെ വിജിലന്റ് ആയിരിക്കേണ്ട വളരെ ദീർഘദൂര സർവീസാണ്. ആ സർവീസിലാണ് ഇത്തരത്തിൽ മദ്യം ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവിംഗിനിടെ പോലും മദ്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡ്രൈവർ കൊണ്ടുപോകുന്നത്. ഇത് ചോദിക്കുമ്പോഴാകട്ടെ യാത്രക്കാരോട് കയർക്കുന്നതും.